ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോ ഞാനൊരു ഫിലിം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗേസ്. അപ്പൊ ചോദിക്കും ഏത് ഫിലിമാണെന്ന്. ഞാൻ ലോക ചാപ്റ്റർ 1 ചന്ദ്ര കാണാൻ വേണ്ടിയിട്ടാണ് ഗേസ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കോ മറ്റോ റിലീസായ പടമാണ് കേട്ടോ. കട്ട വെയിറ്റിംഗ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഹസ്ബൻഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ് ഒന്നിച്ച് പോയി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി ഞാൻ ദാ ലോക കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഞാൻ പോയി ഫിലിം മുഴുവൻ കണ്ടിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഹായ് ഗേസ്, അങ്ങനെ ഞാൻ ആ ഫിലിം ഒക്കെ കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പടം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു രക്ഷയില്ലാത്ത മാരക പടം ഗൈസ്. ഞാൻ ഈ പറയുന്ന കേട്ടിട്ട് ആരെങ്കിലും ഒക്കെ ഈ സിനിമയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ പോയിട്ട് വന്നിട്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് ആ ഒരു ഫിലിം കാണുന്നതിന്റെ. എനിക്കൊരു മാരക എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഞാനിനി ഒരു 2-3 ദിവസത്തേക്ക് ശരിക്കും ആ യൂണിവേഴ്സിലായിരിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ പറയാ, ക്വാളിറ്റി ഓഫ് ഫിലിം മേക്കിംഗ് ആയാലും ശരി, കാസ്റ്റിംഗ് ആയാലും ശരി, റൈറ്റിംഗ് ആയാലും ശരി, ഒരു രക്ഷയില്ല ഗൈസ്. അടിപൊളി പടം. സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ പടം കൊണ്ട് ഞാൻ കല്യാണി പ്രിയദർശന്റെ ഫാൻ ആയിട്ടോ. പുള്ളിക്കാരിയെ പറ്റിയിട്ട് എനിക്കൊരു സ്റ്റാർ കിഡ് ഇമേജ് ആയിരുന്നു കേട്ടോ പേഴ്സണലി. അതായത് ഒരു ഫിലിം ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളല്ലേ. പക്ഷെ ഈ ഒരു പടം കൊണ്ട് ആൾ അതൊക്കെ കാറ്റിൽ പറത്തി കളഞ്ഞു ഗൈസ്. നസ്ലിന്റെ കാര്യം പിന്നെ ഞാനൊന്നും പറയുന്നില്ല, പുള്ളിക്കാരൻ വേറെ ലെവലാണ്. എന്താ പറയാ, നിങ്ങൾ കണ്ടു തന്നെ അങ്ങോട്ട് എൻജോയ് ചെയ്യുക. ഇവര് രണ്ടുപേരും മാത്രമല്ല കേട്ടോ, ഈ ഫിലിമിലുള്ള ഈച്ച് ആൻഡ് എവ്രി വൺ, എന്താ പറയാ, ചന്തു സലീം കുമാർ, അരുൺ കുര്യൻ, എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആണ്. പിന്നെ കല്യാണിയുടെ കുട്ടിക്കാലം കാണിക്കുന്ന ഒരു കുഞ്ഞു മോളുണ്ട്. ആ കുട്ടിയുടെ എന്താ പറയുക, പെർഫോമൻസ് ഒക്കെ എടുത്തെടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ മോള്. പിന്നെ കുറെ സർപ്രൈസുകളും നിങ്ങൾ ഈ ഫിലിമിൽ കാത്തിരിപ്പുണ്ട്. അപ്പൊ ആരെങ്കിലും ഒക്കെ ഈ ഫിലിം ഇതുവരെ പോയി കണ്ടിട്ടില്ലെങ്കിൽ നേരിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണുക കേട്ടോ. നല്ല അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ പോയി കാണുക കേട്ടോ. ഒരിക്കലും ഒരു വേസ്റ്റ് ഓഫ് ടൈം ആവില്ല. അടിപൊളി ഫിലിമാണ്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു നല്ല ഫിലിം കണ്ടതിന്റെ ചാരിതാർത്ഥ്യത്തിൽ ഞാൻ ദാ വീട്ടിലേക്ക് തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയും കുറെ വിശേഷങ്ങളുമായിട്ട് ഞാൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ബൈ.